അധിനിവേശം എന്താണ് ലക്ഷ്യമിടുന്നത് എന്നതിനെ കുറിച്ച് കുറച്ചുകൂടി വ്യക്തമാക്കിയിരിക്കുന്നു ആ വാർത്താ സമ്മേളനത്തിൽ. ട്രംപ് എന്താണ് മനസ്സിലാക്കുന്നത്? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു നീക്കം ഈ സന്ദർഭത്തിൽ ഇത്രയും ശക്തമായി ഇത്രയും വളരെ ധൈര്യപൂർവ്വമുള്ള ഇത്തരം ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് ആരും ഒരർത്ഥത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല. അതായത് ട്രംപ് ഈ അടുത്ത് നടത്തിയ പല പ്രസ്താവനകളിലും ആ പ്രസ്താവനകളുടെ ഒക്കെ അന്തിമ ഫലം എന്താണെന്ന് ചോദിച്ചാൽ ആ പറഞ്ഞതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രീതിയിലേക്ക് പലതും വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ഡയറിംഗ് അറ്റംപ്റ്റ് എന്ന് വിളിക്കാവുന്ന വളരെ സാഹസികമായിട്ടുള്ള ഇത്തരം ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് വിചാരിക്കപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി അമേരിക്ക ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്. അതായത് ലാറ്റിൻ അമേരിക്കയിൽ മൊത്തത്തിൽ ചൈനയുടെ ഇൻഫ്ലുവൻസ് വളരുന്നു. ചൈനയെ പൂട്ടാനുള്ള അല്ലെങ്കിൽ ചൈനയുമായിട്ടുള്ള പല രംഗങ്ങളിലും അമേരിക്ക നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് ശ്രമിച്ചപ്പോഴൊക്കെ അവിടെ പലപ്പോഴും അമേരിക്ക പിൻവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അമേരിക്കക്ക്. അപ്പോ ഈ ഒരു വെനിസ്വേലയെ ഒരു അഭിമാന പ്രശ്നമായിട്ട് ട്രംപ് എടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരിക തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ്. അത് സാധിച്ചേ പറ്റൂ എന്ന അർത്ഥത്തിൽ അമേരിക്കൻ സൈന്യവും അവരുടെ മറ്റെല്ലാ സംവിധാനങ്ങളും വളരെ ആസൂത്രിതമായി പ്രവർത്തിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പ്രസ് കോൺഫറൻസിൽ ട്രംപ് നടത്തിയ പ്രസ് കോൺഫറൻസിൽ പ്രതിരോധ സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞത് ഇത് പറയുന്നത് പ്രവർത്തിക്കുന്ന ഒരു പ്രസിഡന്റ് ആണ്. അമേരിക്കൻ സൈന്യം അത് ലോകത്ത് മികച്ചതാണ്. ലോകത്ത് മറ്റൊരു ശക്തിക്കും പരാജയപ്പെടുത്താൻ പറ്റാത്ത അത്ര മികവുറ്റ ഒരു സൈന്യമാണ്. ഞങ്ങൾ എവിടെ വിചാരിക്കുന്നു അവിടെയൊക്കെ ആക്രമണം നടത്താൻ സാധിക്കും. അമേരിക്കയുടെ ശത്രുക്കളെ തുരത്താൻ സാധിക്കും. പ്രത്യേകിച്ച് നിക്കോളാസ് മദുരോക്കെതിരെ ഒരു നീണ്ട ഒരു ആരോപണത്തിന്റെ ലിസ്റ്റ് തന്നെ മൊത്തത്തിൽ അമേരിക്കൻ ഭരണകൂടം നേരത്തെ തന്നെ നിരത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് ഈ ഒരു പ്രസ് കോൺഫറൻസിലും അത് വളരെ ശക്തമായി വിശദീകരിച്ചു. അതായത് അമേരിക്കയുടെ ഒരു ശക്തനായ എതിരാളിയാണ്. അമേരിക്കക്കെതിരെ മയക്കുമരുന്ന് ഉപയോഗപ്പെടുത്തി യുദ്ധം ചെയ്യുന്നു. എണ്ണയെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനെ തടയിടുക എന്നുള്ളത് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് അനുഗുണമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇത് ഈ ഒരു ആക്രമണം അതിന്റെ ഭാഗമാണ് എന്ന് വിശദീകരിക്കേണ്ടായി. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഈ ഒരു അധിനിവേശത്തെ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു പദ്ധതി ട്രംപ് പറഞ്ഞിട്ടില്ല. വെനിസ്വേലൻ ജനതയുടെ അമേരിക്ക ഭരിക്കും എന്നതുൾപ്പെടെ ആ നയം ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് താങ്കൾ കരുതുന്നത്? അതായത് പറഞ്ഞത് വെനിസ്വേലൻ ജനതയുടെ താല്പര്യത്തിനനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുമെന്നാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നോബൽ സമ്മാന ജേതാവായിട്ടുള്ള പ്രതിപക്ഷ നേതാവിനെ ഭരണകൂടത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതിനുവേണ്ടി അവരുമായി സംസാരിച്ചു. അവർ വില്ലിംഗ് ആണ്. അവര് ആ കാര്യങ്ങളൊക്കെ ആലോചിക്കാനിരിക്കുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും വെനിസ്വേലൻ ജനതയ്ക്ക് അവരുടെ ആ ജനതയുടെ താല്പര്യത്തിന് അനുഗുണമായ ഒരു സർക്കാരാണ് വരിക എന്ന് ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ കാണേണ്ടത് എവിടെയൊക്കെ അമേരിക്ക മുമ്പ് അധിനിവേശം നടത്തിയിട്ടുണ്ടോ അവിടെയൊന്നും ജനങ്ങളുടെ താല്പര്യത്തെ അല്ല, മറിച്ച് അമേരിക്കൻ താല്പര്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പാവ സർക്കാരിനെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെനിസ്വേലയിലും ഇപ്പൊ പ്രത്യേകിച്ച് യുദ്ധം അല്ലെങ്കിൽ ഈ സൈനിക നടപടി സ്വീകരിച്ചതിന്റെ പിന്നിലുള്ള ആ പശ്ചാത്തല കാരണങ്ങളെ അതിനെ ന്യായീകരിക്കും വിധം അമേരിക്കൻ താല്പര്യങ്ങൾക്ക് അനുഗുണമായ നിലപാട് സ്വീകരിക്കുന്ന, പ്രത്യേകിച്ച് വെനിസ്വേലയുടെ എണ്ണ ശേഖരത്തെ പൂർണ്ണമായും അമേരിക്കക്ക് വിധേയപ്പെടുത്തി കൊടുക്കുന്ന, ഏതുപോലെ ഇറാഖിൽ ചെയ്തതുപോലെ അഫ്ഗാനിസ്ഥാനിൽ ചെയ്തതുപോലെ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് പരിപൂർണമായും വിധേയമാകുന്ന ഒരു പാവ സർക്കാരിനെ ആയിരിക്കും ഇപ്പോൾ പ്രതിഷ്ഠിക്കാൻ തുനിയുക എന്നതിൽ യാതൊരു തർക്കവുമില്ല. അത് വെനിസ്വേലൻ ജനതയുടെ താല്പര്യത്തെ എത്രമാത്രം പ്രതിനിധീകരിക്കുന്നു എന്നത് വാക്കിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് ഇവിടെ നോക്കൂ, ഒരു ഐക്യരാഷ്ട്രസഭയുടെ ഒരു പിന്തുണയോ അതല്ലെങ്കിൽ ഈവൻ അമേരിക്കൻ കോൺഗ്രസിന്റെ തന്നെ ഒരു പിന്തുണയോ ഇവിടെ ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ആരെങ്കിലും അറിയിച്ചിരുന്നു എന്ന പത്രസമ്മേളനത്തിലെ ചോദ്യത്തിന് അതിന് മറുപടി മാർക്കോ റൂബിയോ പറയും എന്നാണ് ട്രംപ് പറഞ്ഞത്. റൂബിയോ പറഞ്ഞത് ഇത്തരമൊരു നീക്കം വളരെ രഹസ്യമായി ആസൂത്രണം ചെയ്യേണ്ടതാണ്. മാസങ്ങളും ഒക്കെ എടുത്ത് വളരെ നിഗൂഢമായി ആസൂത്രണം ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതിൽ ഒരിക്കലും തെറ്റുപറ്റിക്കൂടാ എന്നതുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഇനിയൊരു ആക്രമണത്തിനുള്ള സാധ്യത എങ്ങനെയായിരിക്കും ട്രംപ് നടപ്പാക്കുക? മാത്രവുമല്ല, ഇപ്പം റഷ്യ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ട്രംപ് ഭയക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് എണ്ണയുടെ കാര്യത്തിൽ. അപ്പം സ്വാഭാവികമായിട്ടും ഏത് തരത്തിൽ നീങ്ങാനുള്ള പദ്ധതി ആയിരിക്കാം ട്രംപ് ആലോചിക്കുന്നത്?